ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അതായത് നമ്മുടെ തേർഡ് ട്രൈമസ്റ്ററിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ തേർഡ് ട്രൈമസ്റ്റർ ആയപ്പം ഒബ്വിയസ്ലി നമ്മളെല്ലാവരും നമ്മുടെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതലും ഓൺലൈനിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തത്. കാരണം എനിക്ക് ഈ പറഞ്ഞ പുറത്തങ്ങനെ പോയി സാധനങ്ങൾ വാങ്ങിക്കാനുള്ളൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ ഓരോന്നൊക്കെ സെർച്ച് ചെയ്തു. ഇപ്പം നിയ ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനലുമായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി, എനിക്ക് വേണ്ട കുറേ കാര്യങ്ങൾ എഴുതി, അതിനകത്തുനിന്നും കുറേയൊക്കെ കട്ട് ചെയ്ത് സോർട്ട് ചെയ്തൊക്കെയാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചത്. ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നുമില്ല, എല്ലാം കൂടെ ഒരുമിച്ച് നമ്മുടെ ഇതാണ് നിയ ടോക്സ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് കിട്ടി. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം എൻ്റെ തേർഡ് ട്രൈമസ്റ്റർ എങ്ങനെയൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്തെല്ലാവരും കാണുന്നത്. ഇടയ്ക്ക് 2 ദിവസം ഞാൻ അഡ്മിറ്റ് ആവേണ്ട ഫേസ് ചെയ്യുന്നു. വേറെ നല്ല ലിസ്റ്റുകളാണ്. ലിസ്റ്റിലടിച്ച് നല്ല രീതിയിൽ ഞാൻ അടിഞ്ഞു പോയി. അപ്പം എനിക്ക് 5 ദിവസം നല്ല രീതിയിൽ ആൻറ്റിബയോട്ടിക് തന്നെ എടുക്കണം. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ശരിക്കും ക്ഷീണിച്ചു പോയെന്ന് തന്നെ പറയണം. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെ പോയി നിന്ന സമയത്ത് അവിടുത്തെ ലേബർ റൂമിലെ ചേച്ചിമാരായിട്ട് നഴ്സുമാരായിട്ട് നല്ലൊരു ടൈപ്പായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ ഡിസ്ചാർജ് ആയി വന്നു കഴിഞ്ഞപ്പം എൻ്റെ ബേബി ഷവർ അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബേബി ഷവറായിരുന്നു. ഞങ്ങളുടെ ചർച്ചിലെ യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ, ഇവരുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഞങ്ങൾക്ക് ഒരു 10-12 വർഷമായിട്ട് ഞാൻ ഈ സഭയിൽ പോകുന്നത്. അപ്പം അന്ന് തൊട്ട് ഉള്ളൊരു കൂട്ടാണ് ഈ യൂത്തുകാർ. അപ്പോൾ അവരൊരു നല്ലൊരു ബേബി ഷവർ തന്നു. പിന്നെ ഇത് നമ്മുടെ 9th മന്ത് സ്റ്റാർട്ട് ചെയ്ത ടൈമിലുള്ള ചെക്കപ്പിന് ഞാൻ പോയതാണ്. പിന്നെ ഞാൻ ഈ വീടിനകത്തൂടെ നടക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, മഴയാണ് ഈ സമയത്തൊക്കെ. അപ്പം നമുക്ക് കൂടുതലും എൻ്റെ 8 മന്ത് 9 മന്ത് 7th മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നടന്നതൊക്കെ വീടിനകത്തൂടെ, ഞങ്ങളുടെ പുറത്തൂടെ നടക്കാൻ നമുക്കൊരു വഴിപ്പില്ലായിരുന്നു.